ആര്യ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പിൻവശത്താണ്. അതായത് ഭക്തരെല്ലാവരും അമ്മയെ കണ്ട് തൊഴുതിറങ്ങുന്നത് ആ നടയിൽ കൂടിയാണ്. അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ രാത്രിയൊക്കെ എന്ത് മനോഹരമാണല്ലേ ഹരിയേട്ട ഇവിടെ. അത്രത്തോളം ലൈറ്റുകളൊക്കെ നിറയെ പാട്ടുകളായി റോഡ് നീളെ ആഘോഷം, മേളം, പാട്ടൊക്കെ ആയിട്ട്. ഇപ്പോൾ ആര്യേച്ചി ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, രാത്രിയൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണല്ലേ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടെന്ന്. രാത്രി ഇന്നലെ വന്നല്ലോ, അപ്പൊ ഇന്നലെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഞാൻ സത്യം പറയാലോ, അക്ഷരാർത്ഥത്തിൽ മറ്റ് ആഘോഷങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വരുമ്പോൾ തന്നെ ലൈറ്റിൻ്റെ ഒരു മേളം ഉണ്ടാകുമല്ലോ ഇവിടെ. അത് ശരിക്കും പറഞ്ഞാലുണ്ട്. LED ലൈറ്റുകൾ, അതുപോലെ തന്നെ LED വാളുകളൊക്കെ വെച്ച് ഭംഗിയായിട്ട്, പിന്നെ ഓരോ ചെറിയ ജംഗ്ഷനുകളിലും അതുപോലെ തന്നെ മുക്കുകളിലുമൊക്കെ തിരിച്ചു അമ്മയെ കണ്ടിട്ട് പ്രാർത്ഥിച്ചു. തൊഴുതോ? ഇല്ല, തൊഴുതിട്ടില്ല. തൊഴണത്ര നമ്മളെല്ലാവരും സെറ്റാക്കി വെച്ച് അടുപ്പ് അതാണല്ലോ വേണ്ടത്. പിന്നെ കിട്ടൂല. ഭക്ഷണത്തിന് ക്യൂവിൽ നിന്ന് ഭക്ഷണവും കഴിച്ച ശേഷം സന്ധ്യക്കിന് പോയി തൊഴും. ഓ ശരി. അപ്പൊ പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടോ. അങ്ങ് ദൂരെ നിന്ന് എത്തിയതാണ്. ഒരാള് തൊഴുതിറങ്ങി. എന്ത് സന്തോഷാണല്ലേ മുഖത്ത്. വരുമ്പോ ഇതിനു മുമ്പും എപ്പോഴും വന്നാലും കാണുന്ന കാഴ്ചകളാണ് ചട്ടിയും കലവും. അത് തന്നെ നമ്മള് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരുന്ന ഭക്തർ, ഈ പരിസരത്തൊക്കെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്നവരൊക്കെ ഈ ചട്ടി കലമൊക്കെ അവസാന നിമിഷവും വിൽപ്പനയൊക്കെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ദൂരെ നിന്നൊക്കെ എത്തുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം അവിടെ നിന്ന് ഇതൊക്കെ കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. എങ്ങനെയാ എല്ലാരും ഈ അവസാന ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും കച്ചവടം കൂടിയോ, അതോ പുറത്തുനിന്ന് ആൾക്കാർ സാധനം വാങ്ങിയിട്ടാണോ വരുന്നത്? എപ്പോഴും പോലെയാ, പുറത്തുനിന്ന് സാധനം വാങ്ങാറ്, ഇവിടെ വന്നാണ് വാങ്ങാറുള്ളത് എല്ലാവരും. ഇപ്പം നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് തീരുവോ? നാളെ നേരം വെളുക്കണ്ട, അതിനു മുമ്പ് തീരും. അപ്പൊ അതാ കച്ചവടക്കാരും ആവേശത്തിലാണ്. അവർക്കും വേണ്ട വിധത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു കച്ചവടം അല്ലെങ്കിൽ വിൽപ്പനയൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ചേച്ചി, എവിടുന്നാ വരണേ? എവിടെ വെച്ച് നിങ്ങളെല്ലാം ഒരുമിച്ച് വൈക്കത്തുനിന്ന്? ഞങ്ങൾ വൈക്കത്തുനിന്ന് വരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ അത് തകൃതിയായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ, പ്രതികരണങ്ങൾ ഒക്കെയാണ് ഇന്ദുവും ഹരിയും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയെ പോലെയാണ് ഇപ്പോൾ അനന്തപുരിയെ കാണാൻ. ആ രീതിയിൽ വർണ്ണാഭമായ കാഴ്ചകളാണ് തെരുവ് വീഥികളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് അമ്മയെ കാണാൻ, അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ആ പൊങ്കാല കലങ്ങളിലേക്ക് അവരുടെ ആഗ്രഹം, അവർ ദേവിയോട് നന്ദി പറയാൻ, അമ്മയോട് അവർ പ്രാർത്ഥിച്ചത് അത് നടത്തി തന്നതിന് അമ്മയോട് നന്ദി പറയാൻ വരികയാണ് അമ്മയുടെ മക്കൾ.